ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആൽഫ്രെഡോ പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ പാസ്തയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാസ്ത എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വെള്ളം എടുത്താലും കുഴപ്പമില്ല, എന്തായാലും കുറയരുത്. കാരണം പാസ്ത കുക്ക് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ഹോൾ വീറ്റിൻ്റെ പെനെ പാസ്തയാണ്. നമുക്ക് ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം. വീറ്റ് തന്നെ വേണമെന്നില്ല, നോർമൽ പാസ്ത യൂസ് ചെയ്യാം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ചതിലേക്ക് ഞാനൊരു 1.5 കപ്പ് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കവർ ചെയ്ത് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓരോ പാസ്തക്കും ഓരോ കുക്കിംഗ് ടൈം ആയിരിക്കും. സാധാരണ 8 to 10 മിനിറ്റ്സ് ആണ് പാസ്തയുടെ കുക്കിംഗ് ടൈം വരുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായെന്ന് അറിയാൻ ഒരു പാസ്ത എടുത്തിട്ടൊന്ന് നമുക്കൊരു കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായി എന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കണം എന്ന് ആവശ്യമില്ല, ബട്ടർ ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്കൊരു 2 ടീസ്പൂൺ കട്ട് ചെയ്ത വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി നല്ലതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഹെവി ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കുക്കിംഗ് ക്രീമാണ്. ഏത് കുക്കിംഗ് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ 3/4 കപ്പും പിന്നീട് ഒരു 1/4 കപ്പും മൊത്തം 1 കപ്പ് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 3 ചീസ് ക്യൂബ്സ് ആണ്. സാധാരണ നമ്മൾ ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നത് പർമെസൻ ചീസാണ്. പർമെസൻ ചീസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നോർമൽ ചീസ് ക്യൂബ്സ് ആണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യുന്നത് ഒറിഗാനോ ആണ്. അതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഒറിഗാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടിയും ടേസ്റ്റ് ആൻഡ് ഫ്ലേവർ വേണമെങ്കിൽ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ച പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ആൽഫ്രെഡോ പാസ്ത എന്ന് പറഞ്ഞാൽ 3 ഇൻഗ്രീഡിയൻറ്റ് പാസ്തയാണ്. എന്ന് പറഞ്ഞാൽ ബട്ടർ, ഹെവി ക്രീം, പർമെസൻ ചീസ്, ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ആൽഫ്രെഡോ പാസ്ത എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനോ വെജിറ്റബിൾസോ എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ബ്രോക്കളി ഒന്ന് സോട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ബ്രോക്കലി കഴുകി വൃത്തിയാക്കി വെച്ച് ബ്രോക്കലി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രോക്കലിയും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ ഈ ക്രീമൊക്കെ കട്ടയായിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി സെർവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോക്കലി ആൽഫ്രെഡോ പാസ്ത. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സാധാരണ ഇതിൻ്റെ മുകളിൽ ചിക്കൻ ജസ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തിടാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നഗറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചതാണ്. നമുക്കതല്ലാതെയും ചിക്കൻ ഫ്രൈ ചെയ്തിടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.